ഇടതുമുന്നണിയുടെ നേതൃത്വത്തിന് കീഴിലുള്ള തിരുവനന്തപുരം നഗരസഭയിൽ നടന്ന അഴിമതികളിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും നഗരകാര്യ മന്ത്രാലയത്തിനും ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കത്ത് നൽകി. കഴിഞ്ഞ 5 വർഷത്തിൽ കോർപ്പറേഷൻ രേഖാമൂലം ചെലവാക്കിയത് 1000 കോടി കേന്ദ്ര ഫണ്ട് ഉൾപ്പെടെ 20,000 കോടി രൂപയാണ്. എന്നാൽ അത്രയും തുകയുടെ വികസനം നടന്നിരുന്നുവെങ്കിൽ തിരുവനന്തപുരം നഗരത്തിന്റെ ഗതി തന്നെ മാറിയേനെയെന്ന് രാജീവ് ചന്ദ്രശേഖർ ആരോപിച്ചു. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന പേരിലും ഈ CPM ഭരണം 20,000 കോടി അപ്രോക്സിമേറ്റ്ലി കാശി ചെലവാക്കി. 10 കൊല്ലത്തിൽ 20,000 crores ആണ് അവർ ഇവിടെ ചെലവാക്കിയത്. ഇന്നലെ ഞങ്ങൾ മുമ്പോട്ട് വെച്ച ഒരു അഴിമതിൻ്റെ ഒരു എക്സാമ്പിൾ, ഒരു ഉദാഹരണം ഞങ്ങൾ മുമ്പോട്ട് വെച്ചു. പക്ഷേ ഇതെല്ലാം ചെലവാക്കിയിട്ടും എന്തുകൊണ്ട് ഇന്ന് നമ്മുടെ നഗരത്തിൽ, തിരുവനന്തപുരത്തിൽ ഇന്നും ഒരു വികസനമില്ലായ്മ എന്നാണ് ജനങ്ങൾ പറയുന്നത്. എന്തുകൊണ്ട് ഇന്നും മാലിന്യം പ്രശ്നം, സുവേജ് പ്രശ്നം, ഡ്രെയിനേജ് പ്രശ്നം, നല്ല റോഡിൻ്റെ പ്രശ്നം, സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പ്രശ്നം ഇതുവരെ ചെയ്യാൻ കഴിയാത്തൊരു സ്ഥിതി എന്തുകൊണ്ട് എന്ന് ഒരു ചോദ്യം. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ്, ഇതിൽ പറയാൻ ഞങ്ങൾക്ക് ഒരു പേടിയോ ഒരു ഡൗട്ടോ ഒരു സംശയമില്ല, ഇവിടെ നടക്കുന്ന അഴിമതി. 20,000 കോടി ചെലവാക്കിയാൽ തിരുവനന്തപുരത്ത് നഗരത്തിനെ എത്രയോ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യതയുണ്ടായ ഒരു കഴിഞ്ഞ 10 കൊല്ലമായിരുന്നു. ഈ 20,000 കോടിയിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ എത്രയോ കാശ് ഇവിടെ ചെലവാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 5 കൊല്ലം തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഞങ്ങളുടെ കണക്ക് പ്രകാരം 1000 കോടി മിനിമം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഫണ്ട്സ് ഇവിടെ വന്നിട്ടുണ്ട്. 10 വർഷം പഴക്കമുള്ള സുലഭ് ടോയ്ലറ്റുകളിൽ സ്മാർട്ട് സിറ്റി എന്ന ബോർഡ് വെച്ച് 1.5 കോടി രൂപയുടെ അഴിമതി നടത്തിയെന്നും നികുതി പിരിവിൽ വ്യക്തികളിൽ നിന്ന് വാങ്ങിയ ചെക്ക് പണമാക്കാതെ അഴിമതി നടത്തുന്നുവെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. നഗരസഭയുടെ പാലിയേറ്റീവ് കെയർ സംവിധാനത്തിൽ പോലും ഇരട്ട ടെൻഡർ വിളിച്ച് അഴിമതി കാണിച്ചു. പട്ടികജാതി വിഭാഗങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചത് അനുവദിച്ചതിന്റെ 2% തുക മാത്രമാണെന്നും സ്കൂളുകളിൽ മൾട്ടിമീഡിയ സ്ഥാപിക്കുന്നതിൽ കോടികളുടെ ക്രമക്കേടും മാനസിക വൈകല്യമുള്ള കുട്ടികൾക്കായുള്ള പദ്ധതിയിൽ പോലും 30 ലക്ഷത്തിൽ ക്രമക്കേടും നടന്നുവെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. അതേസമയം കേന്ദ്രം വികസനത്തിനായി ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് എങ്കിൽ അതിന്റെ ചെലവിനെ സംബന്ധിച്ചുള്ള അന്വേഷണം ബി.ജെ.പി. നടത്തുമെന്നും ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി S. സുരേഷ് പറഞ്ഞു. തിരുവനന്തപുരം നഗരത്തെ ഇത്രയും കാലം കൊള്ളയടിച്ച ശിവൻകുട്ടി, കേരള വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരിക്കുന്ന ശിവൻകുട്ടി മേയറായിരുന്ന കാലഘട്ടം മുതൽ ഇതുവരെ കൊള്ള മാത്രമാണ് തിരുവനന്തപുരം നഗരത്തിൽ നടന്നിട്ടുള്ളത്. ആ കൊള്ളയെ സംബന്ധിച്ച സമഗ്രമായിട്ടുള്ള അന്വേഷണം വേണം. അതിൻ്റെ ഭാഗമായിട്ടാണ് കേന്ദ്ര നഗരവകുപ്പ് മന്ത്രാലയത്തിനും അതോടൊപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും കേന്ദ്ര ഫണ്ടുകളിൽ തിരിമറി കാണിക്കുകയും വെട്ടിപ്പ് നടത്തുകയും ചെയ്തതിനെ സംബന്ധിച്ച സമഗ്രമായിട്ടുള്ള അന്വേഷണം ആവശ്യമാണ് എന്ന് കണ്ട് അതിനുവേണ്ടിയുള്ള കത്ത് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇന്നലെ നൽകിയത്. വൻ തട്ടിപ്പുകൾ നടത്തിയ മേയറിനും കൂട്ടാളികൾക്കുമെതിരെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ബി.ജെ.പിയുടെ പ്രതിരോധം തുടരുമെന്നും അഴിമതിരഹിത ഭരണം നടത്തുന്ന തിരുവനന്തപുരം നഗരസഭയാണ് ലക്ഷ്യമെന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി. M5 ന്യൂസ്, തിരുവനന്തപുരം. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.